ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രേപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറാണ്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 3/4 കപ്പോളം പാല്, തണുപ്പില്ലാത്ത പാല് തന്നെ ചേർക്കുക. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുപ്പിലോട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കാരമലാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ബട്ടർ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല കളറൊന്ന് വ്യത്യാസമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് ഒരു കയ്പ്പ് രസം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് എടുത്തിട്ട് നമുക്കിതിലോട്ട് ഞാനിവിടെ ഒരു 2 ഏത്തക്കായയാണ് എടുത്തേക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കറുത്ത് പോവാനും ചാൻസ് ഉണ്ട്. അതുപോലെ ആ ഒരു കയ്പ്പ് രസം വരും. മതി. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ടൊഴിച്ച് ചുട്ടെടുക്കണം. നല്ല കനം കുറച്ചിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാന കാരമൽ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിത് 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബനാന കാരമൽ ക്രേപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ 2 സൈസ് ക്രേപ്സ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരു ക്രേപ്സ് റെഡിയായി. ഇനി നമുക്ക് രണ്ടാമത്തേത് എങ്ങനെയെന്ന് നോക്കാം. അതുപോലെ നമുക്ക് കനം കുറഞ്ഞ് ഇതുപോലെ ചുട്ടെടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന ബട്ടർ ക്രീം ഐസിങ് ആണ്. ഞാനത് ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ പിടിക്കാൻ പറ്റും ഈ ബട്ടർ ക്രീം ഐസിങ്. എന്നിട്ട് നമുക്കിതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഈ ചോക്ലേറ്റിന് പകരം നമുക്ക് ന്യൂട്ടെല്ല ഉപയോഗിക്കാവുന്നതാണ്. അതും കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾ വീറ്റ് ഫ്ലോർ തന്നെ ഉപയോഗിച്ചോളൂ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്രേപ്സ് ഇവിടെ റെഡിയായി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.